നിങ്ങളെല്ലാം കണ്ടല്ലേ പിന്നെ എന്തിനു ഉപയോഗിക്കണത്? എനിക്ക് വേറെ വിളിപ്പേരൊക്കെ വന്നു തുടങ്ങി. 39-കാരനിൽ നിന്നൊരു 19-കാരനിലേക്ക് ഒന്ന് മനസ്സിനെ ഞാൻ ചുരുക്കി എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. നമ്മളൊരു 100 വർഷം വരെ കണ്ടാലും നമുക്ക് മടുക്കില്ല. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. വിജയ് എന്നൊരു പുതിയൊരു പടം ഒരു പയ്യൻ വന്നിട്ടുണ്ട്. വൻപൊളിയാണ്. ഇനി ഭാവിയിൽ വലിയ താരവും തോന്നുന്നു. കാണണം, അത് കാണാതെ ഇരിക്കരുത്. അടിപൊളി. അത് അയ്യോ എൻ്റെ പൊന്നെ, അത് തിയേറ്ററിനകത്തിരുന്ന് ആ ഒരു ആൾക്കാരുടെ ഇടയിലിരുന്ന് പാട്ടും ബഹളവും ഒക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം. നിങ്ങളെല്ലാം കണ്ടതല്ലേ പിന്നെ എന്തിനു ഉപയോഗിക്കണത്? എനിക്ക് വേറെ വിളിപ്പേരൊക്കെ വന്നു തുടങ്ങി. ഇപ്പം കാണാൻ വേണ്ടി പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൊച്ചിലോട്ടെ വിജയ് ഫാനാണ് കേട്ടോ. എന്തിനു വന്നാലും എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അടിപൊളിയാണ് ചേട്ടാ. എങ്ങനെ പറയാം, അതിന് മുമ്പ് ഇറങ്ങിയല്ലേ. അപ്പം ഫുള്ള് ടിക്കറ്റ് ഷോ ബുക്കാണ് ചേട്ടാ. രാവിലെ വന്നപ്പോഴും ഫുൾ സീറ്റ് ബുക്കായിരുന്നു. പിന്നെ കുറേ ഷോർട്സ് ഒക്കെ എടുത്ത് ചേട്ടാ, എല്ലാം അടിപൊളിയായിരുന്നു. തലവ ദർശനം എല്ലാം വിജയ് ക്യാരക്ടർ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല. പടമൊക്കെ പൊളിക്കില്ലേ നമ്മൾ? അടിപൊളിയായിരുന്നു. നമ്മളൊരു 100 വർഷം വരെ കണ്ടാലും നമുക്ക് മടുക്കില്ല. അമ്മ അടിപൊളി സിനിമയാണ്. ആ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ നമ്മൾ അടിച്ചു ഓടിച്ച് ഡാൻസ് കളിച്ചിട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ 2004 ഇറങ്ങിയ സിനിമയാണ്. അതിപ്പോഴും 20 വർഷത്തിന് ശേഷം ഇറങ്ങിയ സിനിമ നമുക്ക് ഇപ്പോഴും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു മടുപ്പില്ലാതെ കാണാൻ പറ്റും. 100 വട്ടം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ഷോയും നാളത്തെ ഷോയും എല്ലാം ഹൗസ്ഫുള്ളാണ്. അത് ഈ കേരളത്തിൽ പുതിയ സിനിമ ഇറങ്ങിയ സമയത്തും ആ പഴയ ആ സിനിമ, അത് ഗില്ലി എന്നുള്ള 20 വർഷത്തിന് മുന്നേ ഇറങ്ങിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയപ്പോഴും ഹൗസ്ഫുള്ളാണ്. തിയേറ്റർ ഹൗസ്ഫുള്ളാണ്. ഇനി ഓടും. ഗില്ലി നമ്മൾ കണ്ടാലും മടുക്കൂല. ഇതിനൊക്കെ എന്ത് റിവ്യൂ? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ പാട്ടെല്ലാം നമുക്ക് നല്ലപോലെ ഡാൻസ് കളിക്കാനും എല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. 4K നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടിപൊളി പടം. തിയേറ്റർ കൊണ്ട് ആകെ മറിച്ച് കളഞ്ഞു. അത്ര ആ പാട്ടും എല്ലാം കൂടെ കൊണ്ട് അടിപൊളി പടം. 50 പ്രാവശ്യം കണ്ട പടം അതിനകത്ത് ഒന്നും കൂടി കാണുന്നു, വീണ്ടും കണ്ടോണ്ടിരിക്കുന്നു. എല്ലാ ഏരിയയിലും അണ്ണുണ്ടാകില്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്നുകൂടെ കാണാൻ പറ്റിയ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അതിപ്പോ കംപ്ലീറ്റ് ആയി. 100% ഹാപ്പിയിലാണ്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടാത്തത് ഇന്ന് കിട്ടി. ആ പാട്ടൊക്കെ എല്ലാം തിയേറ്റർ ഫുൾ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു റിലീസ് വിജയ് പടം എങ്ങനെ ഇറങ്ങുന്നു അതുപോലെ തന്നെ ആയിരുന്നു തിയേറ്റർ. അതെ. ഗില്ലിയാണോ? തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി വിഷയം. അടിപൊളി പടം. പക്ഷെ അടിപൊളി പടം എനിക്കറിയാലോ. പടം കണ്ടതല്ലേ, എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. എല്ലാവരും നല്ല വൈബായിരുന്നു. ഒരു റിലീസ് പടം ചെയ്യുന്നതിന്റെ അതേ ഒരു എഫക്ട് ഉണ്ടായിരുന്നു. അതെ തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു ഗില്ലി രണ്ടാമത് വീണ്ടും തിയേറ്റർ കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നമുക്ക് എന്തായാലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിനെ ഒന്ന് യൗവന കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എനിക്കിപ്പോൾ 39 വയസ്സ്, 19 വയസ്സുള്ള സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാനന്ന് പഠിച്ചത് ഒറീസയിൽ ഭുവനേശ്വർ എന്ന സ്ഥലത്താണ്. അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ പോലും ഇറക്കത്തില്ല. തെലുങ്ക് സിനിമകൾ പോലും വല്ലപ്പോഴും ഒക്കെ അവരുടെ ഒരു പ്രാതിനിധ്യം അനുസരിച്ച് മാത്രം ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിതൊക്കെ പിന്നീട് CD ഇട്ട് കണ്ടിട്ട് അയ്യോ ഇത് ഗില്ലി എന്തോ സംഭവം ഭയങ്കര അങ്ങനെ നമ്മുടെ ഒരു ത്രസിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ നമ്മുടെ ഇതുപോലൊരു ബിഗ് സ്ക്രീനിൽ 4K റീമാസ്റ്റേർഡ് വെർഷൻ വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര വിജയോടെ ഭയങ്കര കടുത്ത ആരാധകനൊന്നുമില്ല. പക്ഷേ എൻ്റെ നൊസ്റ്റാൾജി, എൻ്റെ കുട്ടിക്കാലം, എൻ്റെ സ്കൂൾ പ്ലസ് എൻ്റെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എൻ്റെ കോളേജ് ഘട്ടം, എൻ്റെ യൗവന കാലഘട്ടം, അതൊന്നും വിജയുടെ സിനിമകളിലെ പാട്ടുകളോ വിജയുടെ സിനിമകളോ ഇല്ലാതെ അതൊരിക്കലും പൂർത്തിയാവത്തില്ല. അങ്ങനെ അതൊരു സംഭവമാണ്. കാരണം അത് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മോശം സിനിമകളെ മോശം എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ഞാൻ അംഗീകരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളും പാട്ടുകളും ഒക്കെ നമ്മുടെ എത്രത്തോളം ഇങ്ങനെ എഴുചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് വന്നത്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരു ഫ്രഷ് മൈൻഡോടെയാണ് വന്നത്. ഞാനൊരു പുതിയ സിനിമ കാണാൻ പോകുന്നു. ഒരു പുതിയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ മാത്രം ഞാനൊന്ന് 39-കാരനിൽ നിന്നൊരു 19-കാരനിലേക്ക് ഒന്ന് മനസ്സിനെ ഞാൻ ചുരുക്കി എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ തലകുത്തനെ വെച്ച്
തലകുത്തി വെച്ചൊന്നുമില്ല. കാരണം ഇത് മോശമായ ആരും ഇതില്ല, എല്ലാവരും നമ്മളെ മാന്യമായിട്ടാണ് പറയുക. കാരണം പാട്ടുകൾ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് ഞാൻ പോലും ബാക്കിലിരുന്ന് ഞാൻ പതുക്കെ അപ്പടിപ്പോട് പാട്ട് വന്നപ്പോൾ ഞാൻ പതുക്കെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഒന്ന് ഞാൻ അൺലീഷ് ചെയ്തു. ഞാൻ പറയുന്നത് നീ 39കാരനാണ്, നീ 19കാരനാണ്, നീ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ പോയി ഇത് ചെയ്തു. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഗൃഹാതിരത്വത്തിൻ്റെ ആ ഒരു സംഭവം നമ്മൾ കെട്ടഴിച്ച് വിട്ട ഒരു ഫീലിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ പിന്നെ വിജയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ വല്ലാത്തൊരു പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അതൊക്കെ വിടട്ടെ, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ ഇതുപോലെ ഒരു ഓൺ സ്ക്രീൻ കരിസ്മ ഉള്ള വളരെ ചുരുക്കം നടന്മാർ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രിയിൽ എടുത്തതിൽ വളരെ ചുരുക്കം നടന്മാരുടേതാണ്. കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ കുറ്റം നെഗറ്റീവ് പറഞ്ഞായിരുന്നു, നമ്മൾ എവിടെയൊക്കെയോ നമുക്കറിയാം, നമ്മുടെ സ്ക്രീനിൽ ഒരാളുടെ പ്രസൻസ് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഫീലാവും. വളരെ ചുരുക്കം നടന്മാരേ ഉള്ളൂ ഇന്ത്യൻ ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും, കന്നഡ ആയിരുന്നാലും തെലുങ്കായിരുന്നാലും തമിഴായിരുന്നാലും ഹിന്ദി ആയിരുന്നാലും നമുക്ക് അങ്ങനെയുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ വീണ്ടും കണ്ടു. ഇനിയും കുറച്ചിങ്ങനെ സിനിമകളൊക്കെ കാണണമെന്നുണ്ട്. ഗോട്ട് വളരെ വലിയൊരു വിജയമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു.